ഷംഷാദ് മരക്കാർ കെപിസിസി അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇത് അവസാനം ഇത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം മാത്രമായി മാറുകയാണ്. പക്ഷെ അത് ഏത് തരത്തിലാണ്? സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി കണ്ണടച്ച് പ്രതിരോധം തീർക്കുന്ന CPM-നെയോ BJP ഒന്നും കണ്ട് അത് പകർത്താൻ കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസ് അങ്ങനെ ഒരു കേഡർ സംവിധാനവുമില്ല. പക്ഷേ ജീവിത അവസാനം വരെ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാധാരണ പ്രവർത്തകരോട് ഈ പാർട്ടിക്കകത്ത് ധാർമ്മികത കാണിക്കേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു വേദനയോടുകൂടിയായിരിക്കും ഷാനിബ് നേരത്തെ അത് ചോദിച്ചിട്ടുണ്ടാവുക. അതിന് ഉത്തരം പറയാൻ CPM-ഉം BJP-യും ഒക്കെ രാഷ്ട്രീയ മൈലേജ് നടത്തട്ടെ, പക്ഷെ ഇതിനകത്ത് പ്രവർത്തകരോട് അതിന് ഉത്തരം പറയാൻ കോൺഗ്രസ് നേതാക്കൾ വിയർക്കേണ്ടി വരും. ഞങ്ങൾ വളരെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരോടും കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും വിജയേട്ടന്റെ കുടുംബത്തിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ്, ആരോപണങ്ങൾ വന്നതിന് മറുപടി പറയണമെന്നുള്ളത് കൊണ്ടാണ്. ശ്രീ അനിൽകുമാറിനോട് അപർണ ചോദിച്ചൊരു ചോദ്യമുണ്ട്, CPM-ന് ഈ കാര്യങ്ങളെ കുറിച്ച് ധാരണയില്ലേ എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നു കോൺഗ്രസിന്റെ ആളുകളിൽ നിന്നും പണം വാങ്ങുന്നത് കൊണ്ട് CPM അറിയില്ല എന്ന്. അനിൽകുമാറിന്റെ ശ്രദ്ധയിലേക്കുള്ളൊരു കാര്യം, പിണറായി വിജയൻ ഗവൺമെന്റിന് മുമ്പിൽ 2 ഫയലുകളുണ്ട്. ഒന്ന് ബത്തേരിയിലെ കാർഷിക ഗ്രാമവികസന ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയും വിജിലൻസ് അന്വേഷണവും, ഒന്ന് സഹകരണ വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ടും, ഒന്ന് പോലീസിന്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ടും. ഈ 2 റിപ്പോർട്ടും 8 വർഷത്തോളമായി സർക്കാരിന്റെ മുമ്പിലുണ്ട്. ഇതിനകത്ത് ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. കാരണം ആ ബാങ്ക് ഭരിച്ചുകൊണ്ടിരുന്നത് അന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ആളുകളുമാണ്. അതിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പോലും അവസരമുണ്ടായ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അതിനകത്തൊരു അന്വേഷണം, ഒരു കേസ് എടുക്കാൻ പോലും ഈ സർക്കാർ തയ്യാറായിട്ടില്ല. 8 വർഷമായി അവിടെ നിൽക്കുകയാണ്. പിന്നെ കോൺഗ്രസിന്റെ എല്ലാ സഹകരണ മേഖലയിലും കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ കോൺഗ്രസുകാരായ ആളുകളിൽ നിന്നാണ് പണം വാങ്ങി നിയമിക്കുന്നതാണ് താങ്കൾ പറഞ്ഞത്. ബത്തേരി കാർഷിക ഗ്രാമവികസന ബാങ്കിനകത്ത് 2 CPM നേതാക്കളുടെ മക്കൾക്ക് ജോലിയുണ്ട് സാർ. ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മരണപ്പെട്ടു പോയി, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾക്ക് അവിടെ ജോലിയുണ്ട്. ഇപ്പോ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉള്ള ഒരാളുടെ മകൾക്കും അവിടെ ഒരു ജോലിയുണ്ട്. അതെങ്ങനെയാ കിട്ടിയത്? ഇതിനെക്കുറിച്ച് താങ്കളുടെ പാർട്ടി അന്വേഷിക്കണ്ടേ? പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞു വിജയേട്ടന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയും കുടുംബത്തിനുണ്ടായ പ്രശ്നം. ഞാൻ ആ പ്രയാസത്തിലൊക്കെ അദ്ദേഹത്തോടൊപ്പം ആ കുടുംബത്തിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെന്ന് തർക്കമില്ല. പക്ഷേ താങ്കൾ ഈ പറയുന്ന ഇപ്പൊ വയനാട് ജില്ലയിൽ KK ഇബ്രാഹിമിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ടും ഈ ബാങ്കുമായി ബന്ധപ്പെട്ടും അല്ല ആത്മഹത്യകൾ ഉണ്ടായത്. തലപ്പുഴയിൽ CPM ഭരിക്കുന്ന ഒരു ബാങ്കിൽ ഒരു അനിൽകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തം രക്തം കൊണ്ട് മരണമൊഴി എഴുതി വെച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ. താങ്കളുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിക്കെതിരായിരുന്നു ആ കയ്യെഴുത്ത് എന്ന് പറയുന്നത്. അവിടെയും കുടുംബമുണ്ട്, അവിടെയും മക്കളുണ്ട്. അവിടെ എന്ത് ഇടപെടലാണ് ഈ പാർട്ടി നടത്തിയത്? ഈ വിജയേട്ടന്റെ വിഷയത്തിൽ കോൺഗ്രസ് മാത്രം സഹകരണ മേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡ്, വയനാട് ജില്ലയിൽ തലപ്പുഴയിൽ നടന്ന കാര്യമാണ്. ഞാൻ കേരളത്തിലെ മറ്റൊരു കാര്യത്തെ കുറിച്ചും പറഞ്ഞില്ലല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ, വീട്ടിൽ പോയോ എന്നുള്ളതാണ്. ആശുപത്രിയിൽ വിജയേട്ടൻ ഉണ്ടായിരുന്ന സമയം മുതൽ അവിടെ പോയത് IC ബാലകൃഷ്ണൻ, T സിദ്ദീഖ്, AP അനിൽകുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ, ആ ഭൗതിക ശരീരവുമായി വന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ, അതിനുശേഷം ബത്തേരിയിൽ ഞങ്ങളുടെ എല്ലാ നേതാക്കളുമുണ്ട്. അതിനുശേഷം വീട്ടിൽ ശവസംസ്കാരം കഴിയുന്നത് വരെ ഈ പറഞ്ഞ മുഴുവൻ നേതാക്കളും അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും അവിടെ ചെല്ലുന്നു. ND അപ്പച്ചൻ ചെല്ലുന്നു, DCC പ്രസിഡന്റ്, താങ്കൾ പറഞ്ഞ IC ബാലകൃഷ്ണൻ അവിടെ ചെല്ലുന്നു. പിന്നെ താങ്കൾ കളിയാക്കി പറഞ്ഞു വയനാട്ടിൽ 2 MP ഉണ്ട്, ആരും ഒന്ന് വിളിച്ചില്ലോ. പ്രിയങ്ക ഗാന്ധി വിജയേട്ടന്റെ മകനെ വിളിച്ചോ എന്ന് അനിൽകുമാർ ഒന്ന് അന്വേഷിക്കുക. പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തിന്റെ മകനെ വിളിക്കുന്നു, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്ന് പറയുന്നു, വിളിക്കണമെന്ന് പറയുന്നു. ഇത് നടന്ന ഇതെന്തുകൊണ്ട് സംസ്ഥാന വിഷയമാണ്? ഈ ധാർമ്മികത സംസ്ഥാന വിഷയമായിട്ടാണ് CPM ഉന്നയിക്കുന്നത് എന്നുള്ള മറുപടി താങ്കൾ കൊടുക്കുക. വയനാട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്നില്ല എന്നാണ് ഷംഷാദ് പറയുന്നത്. ശ്രീ